അപ്പം നമ്മുടെ റൈത്ത ഇവിടെ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു റൈത്തയാണ് ചെയ്യാൻ പോണേ. റൈസിൻ്റെ കൂടെ മറ്റേ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല റൈത്ത. അത് ഉത്തരാഖണ്ഡ് ഭാഗത്തൊക്കെ ഒരു പഹാടി റൈത്തയാണ് കേട്ടോ. അപ്പോൾ ഉത്തരാഖണ്ഡ് നേപ്പാൾ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു റൈത്ത. അപ്പം നമുക്ക് നോക്കിയാലോ. നമുക്ക് ഇതിലേക്ക് സാലഡ് വെള്ളരി വേണം കേട്ടോ. അതൊന്ന് ഞാൻ ഒന്ന് ഉരച്ചെടുക്കാം. നമുക്ക് ഒന്ന് ചീവി എടുക്കാം. ചീവിയുടെ അതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് പൊടിച്ച് ഒന്ന് ചതഞ്ഞ് നന്നായിട്ടൊന്ന് പൊടിയണ്ട, അതിൻ്റെ മുന്നത്തെ പരുവാക്കി എടുക്കണം. നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അതിൻ്റെ ജ്യൂസ് ഒന്ന് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ തൈരിലിടുമ്പോൾ ആകെ വെള്ളമാവും. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു ചെറിയ മഞ്ഞ കളറിന് വേണ്ടിയാണ്. തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ട തൈരാവണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ കടുക് ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതെ 2 പച്ചമുളക് അരിഞ്ഞത്, എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. മല്ലിയിടല. നമ്മുടെ റൈത്ത ശരിയായി. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ സൂപ്പർ സിമ്പിൾ പഹാടി റൈത്ത കേട്ടോ. അപ്പം നമ്മുടെ റൈത്ത ഇവിടെ റെഡിയായി. അപ്പം ഇത് ബിരിയാണിയുടെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. നോർമൽ ചോറിൻ്റെ കൂടെയും സൂപ്പറാണ് കേട്ടോ.